യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾക്ക് യുദ്ധോത്സുകരായിരിക്കണം, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിരിക്കണം. അൺടിൽ യു ആർ പ്രിപ്പയർഡ് ഫോർ വാർ ദർ വിൽ നോട്ട് ബി ലാസ്റ്റിംഗ് പീസ് എന്നാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ സദാ യുദ്ധത്തിന് നിങ്ങൾ സന്നദ്ധരായിരിക്കണം. യുദ്ധമേ ചെയ്യില്ല എന്നൊരു നിലപാട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ശാന്തി ഉണ്ടാവില്ല എന്നുള്ള. അപ്പോൾ സദാ വേണ്ട ശാന്തി നിലനിർത്താൻ വേണ്ട ആ ധർമ്മോത്സുകതയുടെ, ആ യുദ്ധ സന്നദ്ധതയുടെ ഒരു സന്ദേശത്തെ പറയുന്നുണ്ട്. അതേ സമയത്ത് ആ യുദ്ധം ഒഴിവാക്കാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത്യാവശ്യ സമയത്ത് വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ആവാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ, നിരന്തരമായിട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് സാമവും ദാനവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം ആ സമയത്ത് വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ആവാം. കാരണം ഈ സമാധാനം എന്ന് പറയുന്നത് യുദ്ധത്തോടുള്ള ഭയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആചരണം എന്ന് പറയുന്നത് എന്താ? തിതിക്ഷയാണ്. എന്താ തിതിക്ഷ? തിതിക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ എന്തു ചെയ്യാൻ സാധിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ചെയ്യാതിരിക്കുന്ന എൻ്റെ ഭീരുത്വമാണ്. ഞാൻ വിചാരിച്ചാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ നിങ്ങളുടെ വഴി മാറി നടക്കുന്നത് എൻ്റെ ഭീരുത്വമാണ്. പക്ഷെ എനിക്ക് നിങ്ങളെ എന്തും ചെയ്യാൻ സാധിക്കുമായിട്ടും ഞാൻ നിങ്ങളെ പോട്ടെ എന്ന് വെക്കുന്നുണ്ടല്ലോ, അതാണ് തിതിക്ഷ. തിതിക്ഷ ആചരിക്കണമെങ്കിൽ ശക്തി വേണം. അശക്തന് തിതിക്ഷ ആചരിക്കാൻ സാധിക്കില്ല. തിതിക്ഷ ആചരിക്കാൻ ധൈര്യം വേണം. ഭീരുവിന് തിതിക്ഷ ആചരിക്കാൻ സാധിക്കില്ല. അപ്പൊ തിതിക്ഷ ആചരിക്കാനുള്ള പദ്ധതി